ഓക്കെ. വാക്കുകൾ പകരുന്ന ഊർജം, ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ബി പോസിറ്റീവ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കാൻ. അതുപോലെ തന്നെയാണ് ഈ ഒരു ചെറിയ ഒരു സ്റ്റോറി തന്നെ ഞാൻ പറയാം. ഒരു യുവാവ്, ഒരു MBA-കാരനാണ്. അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ പോയി, ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനെ കാണാൻ പോയി. അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞ കാര്യം ഇതാണ്: വളരെ പേരുകേട്ട ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറാണ് ഈ പറയുന്ന യുവാവ്, MBA-കാരനാണ്. അദ്ദേഹം ഈ ഡോക്ടറോട് പറയുന്നത്, ഞാൻ വലിയ ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറാണ്. എനിക്ക് കമ്പനി പറയുന്ന ടാർഗറ്റ് മാസത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള കുറെ നെഗറ്റീവായുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഒരു കുറവുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ച് മോശമാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം പറയുന്നത്, എനിക്ക് പറ്റില്ല, എനിക്ക് സാധിക്കില്ല, എനിക്ക് മാർക്കറ്റിംഗ് കഴിയില്ല, എനിക്ക് മറ്റുള്ളവർ സംസാരിക്കാൻ കഴിയില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സുകളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഈ യുവാവ് ഡോക്ടറോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. എല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു സംസാരിച്ചത്. അവസാനം ഡോക്ടർ എല്ലാം കേട്ടു. ഡോക്ടർ എല്ലാം കേട്ടതിന് ശേഷം ആദ്യം പറഞ്ഞ ഒരു കാര്യമുള്ളൂ: നിനക്ക് പറ്റില്ല, നിനക്ക് സാധിക്കില്ല എന്ന വാക്കുകൾ നീ ഒഴിവാക്കുക. നിനക്ക് നല്ല സാമർഥ്യവും നല്ല കഴിവും നല്ല സ്കില്ലും ഉള്ള ഒരു വ്യക്തിയാണ്, അതെനിക്ക് മനസ്സിലായി. പക്ഷെ നിന്റെ മനസ്സിലും ചിന്തയിലും എനിക്ക് പറ്റില്ല, എനിക്ക് സാധിക്കില്ല എന്ന വാക്കുകളാണ്. ആ വാക്കുകൾ നീ എടുത്തു കളയുക. അപ്പൊ ഡോക്ടർക്ക് മനസ്സിലായത്, ഇദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ നെഗറ്റീവ് ചിന്തകൾ മാത്രമാണ്. നെഗറ്റീവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊന്നും സാധിക്കില്ല, എനിക്കൊന്നും പറ്റില്ല. പിന്നെ ഒപ്പമുള്ള ആളുകളും അങ്ങനെയുള്ള ആളുകളായിരിക്കും. നമ്മളെപ്പോഴും നമ്മളെക്കാൾ ഉയർന്ന സ്കില്ലും സാമർത്ഥ്യമുള്ള ആളുകളോട് നടക്കണം. അപ്പൊ നമുക്ക് എനർജി കൂടും, അല്ലെ? അപ്പോ ഡോക്ടർ പറഞ്ഞു, പിന്നെ പറഞ്ഞ ഒരു ചോദ്യം, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന്. ഇംഗ്ലീഷ് ഡോക്ടർ പറഞ്ഞ നിർദ്ദേശം കൊടുത്തു, 2 മാസം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് നിനക്ക് ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ സാധിക്കും. ഡോക്ടർ അദ്ദേഹത്തെ വിളിച്ചു, നിനക്ക് പറ്റും, നിനക്ക് സാധിക്കും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ ഡോക്ടറുടെ മോട്ടിവേഷനും ആ ഡോക്ടറുമായുള്ള കൗൺസിലിങ്ങും ആ ഡോക്ടർ നിരന്തരമുള്ള കമ്മ്യൂണിക്കേഷനും മൂലം ആ വ്യക്തി ആ കമ്പനിയുടെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ഹെഡിൽ നിന്നും ജനറൽ മാനേജർ സ്ഥാനം വരെ എത്തിക്കഴിഞ്ഞു. അപ്പോ അവനവന്റെ മനസ്സിലും ചിന്തയിലും ഉള്ള നെഗറ്റീവ് തോട്ട്സ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. നമ്മളെല്ലാം പോസിറ്റീവായി ചിന്തിക്കുക. ബി പോസിറ്റീവ്. നമ്മുടെ മനസ്സിന്റെ കാര്യമായാലും ചിന്തയുടെ കാര്യമായാലും ശരീരത്തിന്റെ കാര്യമായാലും ആരോഗ്യത്തിന്റെ കാര്യമായാലും നമുക്കൊരു അസുഖം വന്നു. നമ്മുടെ അസുഖം വന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരിക. അതിനെ എല്ലാം മാറ്റി നമ്മൾ പോസിറ്റീവായി കൊണ്ടുപോകുക. ശരിക്കും ഞാൻ യോഗ വിത്ത് വെൽനസ്, അതായത് യോഗ വിത്ത് വർക്കൗട്ട് ക്ലാസ്സിൽ പറയുന്നത് അതെ, ഞാൻ 5 കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്ന എല്ലാവരുടെ അവരുടെ ഹെൽത്ത്, അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ കരിയർ, അവരുടെ വെൽത്ത്, സ്പിരിച്വൽ കോഴ്സ്, അല്ലെ? നമ്മുടെ മൈൻഡും തോട്ടും ബോഡിയും ഹെൽത്തും കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവും. നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സ്വയം നിങ്ങളുടെ ചിന്തകളുടെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ അവസ്ഥ എന്താ ചിന്തിച്ചു നോക്കൂ. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, വാക്കുകൾ പകരുന്ന ഊർജം നല്ല എനർജിയായി നമുക്ക് പോസിറ്റീവായി മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മളൊക്കെ ഡൗൺ ആകുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മെന്റർ അല്ലെങ്കിൽ നല്ല ഡോക്ടർ, ഒരാളുടെ നല്ല പോസിറ്റീവായി നമുക്ക് സംസാരിച്ച് നല്ലൊരു മോട്ടിവേഷൻ കേട്ട് നമുക്ക് ഉയർന്നു പോകാൻ പറ്റും. പക്ഷേ യൂട്യൂബിൽ കാണുന്നതോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്നോ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നോ ഒരു മോട്ടിവേഷൻ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട ആ ഒരു 10 മിനിറ്റ് എനർജി ഉണ്ടാവുള്ളൂ. നിരന്തരമായി ഒരാളോടൊപ്പം നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ അതിന് മാറ്റങ്ങൾ വരും.
ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ നല്ല ഹെൽത്തിയായി, മാനസികപരമായി, ചിന്താപരമായി, ശരീര ആരോഗ്യം നല്ല എനർജി ആയിട്ടാണ് എൻ്റെ വാക്കുകൾ കൊണ്ട് എനർജി പോലെയാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാക്കുകൾ പകരുന്ന ഊർജം ചെറുതൊന്നുമല്ല, വലിയ കാര്യമാണ്. ഓക്കെ, വീണ്ടും അടുത്ത ഒരു ചെറിയ ബി പോസിറ്റീവ് എന്ന വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ഇന്ന് രാവിലെ 1 മണിക്കൂർ യോഗയും വ്യായാമവും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതിന്റെ സൈഡിൽ അല്ലെങ്കിൽ അടിയിലായിട്ട് എന്താണ് ഇതിന് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, മെസ്സേജ് അയക്കുക. ഓക്കെ, താങ്ക് യു.